മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന KP ഉണ്ണികൃഷ്ണന് വിട. ഔദ്യോഗിക ബഹുമതികളോടെ കോഴിക്കോട് മാനാരി ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിച്ചു. വാർദ്ധക്യ സഹജമായ സുഖങ്ങളെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയായിരുന്നു അന്ത്യം. ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ചാണക്യന് ഔദ്യോഗിക ബഹുമതികളോടെ നാടിന്റെ അന്തിമോപചാരം. കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട ഉണ്ണിയേട്ടന് വൈകാരികമായ യാത്രയപ്പാണ് നാട് നൽകിയത്. പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ പന്നിയങ്കരയിലെ പത്മാലയത്തിലേക്ക് ഒഴുകിയെത്തി. സ്പീക്കർ AN ഷംസീർ, MPമാരായ MK രാഘവൻ, ഷാഫി പറമ്പിൽ, MLAമാരായ KK രമ, സജീവ് ജോസഫ് തുടങ്ങിയവർ ഇന്ന് വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. 9 മണിയോടെ വിലാപയാത്രയായാണ് മൃതദേഹം പന്നിയങ്കര മാനാരി ശ്മശാനത്തിലേക്ക് എത്തിച്ചത്. കുടുംബാംഗങ്ങളും നാട്ടുകാരും ജനപ്രതിനിധികളും വിലാപയാത്ര അനുഗമിച്ചു. 9:30 സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. പത്രപ്രവർത്തകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ഉണ്ണികൃഷ്ണൻ 1971 വടകരയിൽ നിന്ന് ആദ്യമായി ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. VP സിംഗ് മന്ത്രിസഭയിൽ ഉപരിതല ഗതാഗതം, വാർത്താവിനിമയം വകുപ്പുകളുടെ ചുമതലയുള്ള കേന്ദ്രമന്ത്രിയായിരുന്നു. കുവൈത്ത് യുദ്ധകാലത്ത് മലയാളികളെ നാട്ടിൽ തിരിച്ചെത്തിക്കാനുള്ള നയതന്ത്ര ഇടപെടലിന് നേതൃത്വം നൽകി. ബൊഫോഴ്സ് കുംഭകോണമടക്കം രാജ്യത്തെ ഞെട്ടിച്ച അഴിമതികൾ പാർലമെന്റിൽ ഉന്നയിച്ച ഉണ്ണികൃഷ്ണൻ രാജ്യമാകെ ശ്രദ്ധിച്ച പാർലമെന്റേറിയനായിരുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.